ഹലോ ഹലോ ഹലോ, നിന്നെ ഇതെന്താ അമ്മായിടെ വീടാ കയറി പോകാനായിട്ട്? ഞാനിവിടേക്ക് ഗംഗ അന്വേഷിച്ച് വന്നത്. എന്റെ പൊന്നു ചേട്ടാ, ഇത് കാശിയാണ്. ഇവിടെ എവിടെ നോക്കിയാലും ഗംഗയാണ്. ഗംഗാ നദിയല്ല, എന്റെ അനിയത്തി ഗംഗയുടെ കാര്യം ഞാൻ പറഞ്ഞ. അവള് പഠിക്കുന്ന ഈ കോളേജില് ഇതുവരെ വീട്ടിലെത്തിയിട്ടില്ല. അതുകൊണ്ട് ഞാൻ എന്റെ പൊന്നു ചേട്ടാ, കോളേജ് 4 മണിക്ക് അടയ്ക്കുന്നതാ. അപ്പൊ ഇപ്പൊ സമയം എത്രയെന്ന് അറിയാമോ ചേട്ടന്? അല്ല ചേട്ടാ, അവളിനി അബദ്ധത്തിലകത്തെങ്ങാൻ പെട്ടുപോയിട്ടുണ്ടെങ്കിലോ? മാഡം, അങ്ങനെ എങ്ങനെയാണ് ലോക്കായി പോണത്? വെറുതെ എന്റെ ഉറക്കങ്ങളായാലും ഒറ്റൊരു പ്രാവശ്യം ഒന്ന് ചെക്ക് ചെയ്തോട്ടെ പ്ലീസ്. വാ, നിങ്ങളെ കണ്ടറിയാൻ മാന്യന്മാരാന്ന്. അതുകൊണ്ട് ഞാനിത് കയ്യിൽ വെക്കാം. പക്ഷെ നിങ്ങളിത് ആരോടും പറയരുത്. പറഞ്ഞ എന്റെ പണി പോകുന്ന കേസാ. നിങ്ങൾ എന്റെ കൂടെ പോര്. നടക്ക്. ബാബാ, ഇതില്ലേ, ഇതെന്താ ഈ ലൈറ്റ് ഓണായി കിടക്കണ എന്താ? ഇത് ഞാൻ ഓഫ് ചെയ്ത് തരണം. ആ, നമുക്ക് പോയി നോക്കാം. എല്ലാ കുട്ടികളും ഇങ്ങനെയൊക്കെ ചെയ്യുന്നതാ. നിനക്ക് ഡിഗ്രിക്ക് നല്ല മാർക്ക് വാങ്ങണ്ടേ? ഗംഗ, അല്ല നിങ്ങള് താനായിരുന്നോ? എന്റെ പൊന്ന് സാറേ, എന്തോന്നായി കാണുന്നേ? എനിക്കൊന്നും അറിയില്ല. ഞാനൊന്നും ചെയ്തിട്ടില്ല. എല്ലാം ഈ പെങ്കൊച്ച് കാരണമാ. ഗംഗ, ഇങ്ങോട്ട് ഇറങ്ങി ഇറങ്ങി. എന്താ കാര്യം? സാർ, എൻ്റെ അനിയത്തി കോളേജിൽ പോയതാ. ഇത്രയും സമയമായിട്ടും തിരിച്ച് വീട്ടിലെത്തിയിട്ടില്ല. എവിടെ പോയിന്നും അറിയില്ല. ഇന്നത്തെ കാലത്ത് പെൺപിള്ളേരുടെ കുഴപ്പമായത് വല്ലവന്മാരുടെ കൂടെ കറങ്ങാൻ പോയിട്ടുണ്ടാവും. സാർ വെറുതെ കാര്യം അറിയാതെ തോന്നി വിളിച്ച് പറയല്ലേ. താനാണ് കൊള്ളാലോ. ആരാ അവര്? സാർ ഇയാളെന്തോ പറയുന്നുണ്ടോ നോക്കി. താനിങ്ങോട്ട് മാറൂ, ഞാൻ ചോദിക്കാം. എന്താടോ കാര്യം? ഇരിക്ക്. ഇരിക്കടോ. എന്താ നിന്റെ പേര്? കാശി. ഫുൾ നെയിം? കാശി ചൗധരി. നിന്റെ ഈ വക വർത്താനമൊക്കെ അങ്ങ് നിന്റെ വീട്ടിൽ കൊണ്ടുവന്ന് വെച്ചാൽ മതി. ഇവിടെ കയറി വന്ന ആളാവാൻ നോക്കിയാലേ വെറുതെ എന്റെ കൈമനക്കെടുത്തല്ലേ. എക്സ്ക്യൂസ് മീ ഇൻസ്പെക്ടർ, ഞാനൊരു ജേർണലിസ്റ്റ് ആണ്. ഇങ്ങനെ ആരോട് സംസാരിക്കാൻ നിങ്ങൾക്ക് അധികാരമില്ല. ഇവിടെ സഹായം അഭ്യർത്ഥിച്ചു വരുന്നവരെ സഹായിക്കുക എന്നത് നിങ്ങളുടെ ഡ്യൂട്ടിയാണ്. കേട്ടില്ലേടോ? പെരുമാറേണ്ട വിധമൊക്കെ മാഡത്തിനോട് ചോദിച്ച് പഠിക്കേ. ഹലോ മാഡം, നിങ്ങളൊരു ജേർണലിസ്റ്റ് ആണെന്നല്ലേ പറഞ്ഞത്? ഇതുപോലൊരുത്തന്റെ കൂടെ ഈ അസമയത്ത് ഇങ്ങനെ പോലീസ് സ്റ്റേഷൻ കയറി നിരങ്ങുന്നത് എന്തിനാ? ദാറ്റ്സ് നൺ ഓഫ് യുവർ ബിസിനസ് ഇൻസ്പെക്ടർ. മാഡം ഇംഗ്ലീഷിൽ അലക്കുകയാണല്ലോ. ഇതാ ഈ പേപ്പർ പിടിച്ചോ. അതെ, അതിൻ്റെ കൂടെ ഈ പേനയും പിടിച്ചോ. കംപ്ലൈന്റ് ഉണ്ടെങ്കിൽ എഴുതിത്താ. നിക്ക് മലയാളത്തിൽ വേണം എഴുതാൻ. യെസ്, പറയൂ. മാഡം, ഇന്നലെ എൻ്റെ അനിയത്തി കോളേജിൽ വന്നിരുന്നു. പക്ഷെ തിരിച്ച് വീട്ടിൽ വന്നില്ല. അവൾ ഏത് ഡിപ്പാർട്ട്മെന്റിലാ? അല്ല, അതെനിക്ക് കറക്റ്റായിട്ട് അറിയില്ല. പേരെന്താന്നാ പറഞ്ഞേ? ഗംഗാ ചൗധരി. ഓക്കെ, 1 മിനിറ്റ്. കൈൻഡ്ലി ചെക്ക് ദ റെക്കോർഡ്സ്. ഗംഗാ ചൗധരി എന്ന കുട്ടി ഏത് ഡിപ്പാർട്ട്മെന്റിലാണ് പഠിക്കുന്നത്? ഓക്കെ. എന്തു പറയാനാ, ഈ കാലത്ത് പെൺകുട്ടികളെല്ലാം ഇങ്ങനെയാ. ദേ ആർ റിയലി സ്പോയിൽഡ്. Are you sure? Okay. ദേ നോക്ക്, ഇവിടെയുള്ള സകല റെക്കോർഡ്സ് ഞങ്ങൾ ചെക്ക് ചെയ്ത് നോക്കി. പക്ഷെ നിങ്ങൾ പറയുന്ന ഈ ഗംഗാ ചൗധരി ഈ കോളേജിൽ പഠിക്കുന്ന കുട്ടിയല്ല. ഹൗസ് ദാറ്റ് പോസിബിൾ മാഡം? അവൾ ഈ കോളേജിൽ തന്നെ പഠിക്കുന്നത്. അതെ. എനിക്ക് തോന്നുന്നത് നിങ്ങൾക്ക് എന്തെങ്കിലും തെറ്റു പറ്റിയതായിരിക്കാം. ഗംഗാ ചൗധരി എന്നല്ല, ഗംഗ എന്ന പേരുള്ള ഒരാൾ പോലും ഇവിടെ ഇല്ല. ഇവിടെയുള്ള എല്ലാ റെക്കോർഡ്സും ഞങ്ങൾ ചെക്ക് ചെയ്തു. മാഡം, അവൾ കുളിച്ചൊരുങ്ങി ഡെയിലി വീട്ടിൽ നിന്ന് ഇറങ്ങി വരുന്നതേ കോളേജിലേക്ക് തന്നെയാ. എന്നിട്ട് എന്നും വീട്ടിൽ നിന്ന് കോളേജിലേക്കാണോ വരുന്നത്, അതോ വേറെ എവിടെയെങ്കിലും ആണോ? അതൊക്കെ നോക്കേണ്ടത് നിങ്ങളുടെ ഉത്തരവാദിത്വമാണ്. മര്യാദയ്ക്ക് സംസാരിക്കണം. തോന്നിയ ദിവസം പറഞ്ഞാലുണ്ടല്ലോ, ഈ കോളേജിൽ നിങ്ങൾ ചെയ്യുന്ന പല ഉടായ്പകളും എനിക്കറിയാം. എല്ലാത്തിനും ഞാൻ കാണിച്ചു തന്നേക്കാം. അവർ പറയുന്നതൊക്കെ കേട്ടില്ലേ? ഗംഗ പഠിക്കുന്ന ഈ കോളേജിൽ തന്നെ. എത്രയോ തവണ ഞാൻ തന്നെ ഇവിടെ കൊണ്ടാക്കിയതവളെ. എന്തോ പ്രശ്നമുണ്ട്. എന്താണെങ്കിലും നമുക്കത് കണ്ടുപിടിക്കാം. അല്ല, അവളിനി കോളേജിലേക്കല്ലാതെ വേറെ എവിടെയെങ്കിലും പോകാൻ ചാൻസ് ഉണ്ടോ? എനിക്കൊന്നും മനസ്സിലാവുന്നില്ല കാശി. ആരോ നമ്മളായിട്ട് കളിപ്പിക്കുന്ന പോലെ തോന്നുന്നേ. അങ്ങനെ കാര്യം ചെയ്യാനാ?
അല്ല ഇനി തനിക്ക് ഏതെങ്കിലും ശത്രുക്കളുണ്ടോ? എടാ വേഗം ജോലി തീർക്കാൻ നോക്ക. ചെയ്യല്ലേ എന്റെ അനീതി പറ. എന്താടാ ചിരിക്കുന്നത്? എന്താ നീ പറഞ്ഞ എനിക്ക് മനസ്സിലായില്ല. നിന്റെ അനിയത്തിയോ? കേട്ടില്ലടാ. ഗംഗ എവിടെയാണെന്ന് നിനക്ക് ചെറിയ വട്ടേ ഉള്ളൂന്നാ ഞാൻ വിചാരിച്ചേ. പക്ഷെ നിനക്ക് മുഴുവട്ടാണെന്ന് എനിക്ക് ഇപ്പഴാ മനസ്സിലായി. ആവശ്യമില്ലാത്ത നിന്റെ സംസാരം നിർത്തിക്കോ. ചോദിച്ചാലുള്ള ഉത്തരം പറ. അവൾ എവിടെയുണ്ടെന്ന് എനിക്കറിയാം, പക്ഷെ ഞാനത് നിന്നോട് പറയില്ല. നിനക്ക് എന്ത് ചെയ്യാൻ പറ്റുമോ അതങ്ങ് ചെയ്യും. കാശി അവന്റെ പിന്നാലെ അവിടെ നിക്ക്. വേഗം അവൻ പുറകെ തന്നെയുണ്ട്. കാശി കാശി മതി. കാശി നിർത്താൻ. കാശി പ്ലീസ് ഒന്ന് നിർത്ത്. അവൻ ചത്തുപോകും. അവളെ ഞാൻ എങ്ങനെയെങ്കിലും കണ്ടുപിടിച്ചോളാം. അമ്മയാണ് സത്യം. അവനെ ഞാൻ വെറുതെ വിടില്ലടാ. ഓ അത് വിട്ടുകളയുമായി. ആ സമയത്ത് കറക്റ്റായിട്ട് ആ മാടം ഇടയ്ക്ക് കയറിയില്ലായിരുന്നെങ്കിലേ അവൻ ബായിയെ ജീവനോടെ കത്തിച്ചേനെ. ഇത്തവണ അവൻ എൻ്റെ രക്ഷപ്പെട്ടു. പക്ഷെ ഇനി ഞാൻ വിടില്ല. ബായി പറയുന്നതൊക്കെ ശരിയാന്നേ, പക്ഷെ അവനൊരു ഭ്രാന്തന. അവൻ എപ്പോഴും എന്താ ചെയ്യുന്നത് നമുക്ക് പറയാൻ പറ്റില്ലെന്നേ. നമ്മൾ എന്ത് ചെയ്യാനാന്നേ ഇതിന്. നോക്കി എവിടെ അല്ല ഇവളെന്തിനാ ഇങ്ങോട്ട് വരുന്നത്? ഒരു പിടിയില്ല. അതെ അവള് വന്നതാ പ്രശ്നം. പിന്നെ പ്രശ്നമില്ലേ? ഒരു പെണ്ണെന്നെ കളഞ്ഞിട്ട് പോയി എനിക്ക് പ്രശ്നമില്ല, പക്ഷെ എന്നെ അന്വേഷിച്ച് വരുമ്പോൾ എനിക്ക് ഏറ്റവും പേടി. ബബീന, എനിക്ക് അയാളോട് കുറച്ച് സംസാരിക്കാനുണ്ട്. എന്താ? എന്നോട്? ആ നിന്നോട് തന്നെ. എന്തു പറ്റി മാഡം? കാശിയം അടുത്തത് കൊണ്ട് ഇപ്പൊ മാഡം എന്നെ അന്വേഷിച്ച് ഇറങ്ങിയതാണോ? തോന്നുന്ന ദിവസം പറയണ്ട. എനിക്ക് തന്നോട് കുറച്ച് സംസാരിക്കാനുണ്ടെന്ന് പറഞ്ഞില്ലേ? ആ നടന്നു. കണ്ട അവള് കുത്തിക്കൊണ്ട് പോയണ്ട. അവളിപ്പോ കാല് മാറി. എടാ എന്ത് കാര്യം ഉണ്ടെങ്കിലും ആദ്യം ഫ്രണ്ട്സിന്റെ ഇടയിൽ പറയണം. എന്നിട്ട് ഇപ്പൊ കാര്യങ്ങളൊക്കെ അറിഞ്ഞത് ആ മാഡം പറഞ്ഞിട്ടാ. എടാ നീ ഇങ്ങ് നോക്കി. എനിക്കറിയാം നിന്റെ സമയം ഇപ്പൊ ശരിയല്ലെന്ന്. എന്ന് കരുതി നീ ഇങ്ങനെ ദേഷ്യപ്പെട്ടുകൊണ്ട് എന്ത് കാര്യം ഉണ്ടാവാനാ? എടാ നടക്കാനുള്ള കാര്യം നടക്കുക തന്നെ ചെയ്യില്ലേ, യാതൊരു സംശയവും. അത് ആലോചിച്ച് നീ ഇങ്ങനെ ഇരിക്കല്ലേ? അവനെ മോഹം കണ്ട. കാശി, എനിക്ക് തനിച്ചൊന്ന് സംസാരിക്കണമായിരുന്നു. നിക്കടാ ഞാനിപ്പോ അവനാകെ പ്രാന്ത് കയറിയിരിക്കണം. നമ്മൾ പറഞ്ഞാലും ഞാൻ മനസ്സിലാവും. ബബീനയായിട്ട് സംസാരിച്ചിരുന്നു. പക്ഷെ അയാൾക്ക് ഗംഗയെ കുറിച്ച് ഒന്നും തന്നെ അറിയില്ല. അവൻ പറയുന്നത് വിശ്വസിക്കാമല്ല. അത്രയും വലിയ കള്ളനാണ് അവൻ. ഇത്തവണ അവൻ പറഞ്ഞത് കള്ളമല്ല കാശി. ആ കാര്യം എനിക്ക് നല്ല ഉറപ്പുണ്ട്. സത്യം പറയുന്നത് ആരാ കള്ളം പറയുന്നത് ആരോ ഒന്നും മനസ്സിലാവുന്നില്ല.
കാശി, ഞാൻ ഗംഗയുടെ കോളേജിൽ പോയിരുന്നു. അവിടെ വെച്ച് ശ്രുതി എന്ന് പറഞ്ഞ അവളുടെ ഒരു ഫ്രണ്ടിനെ കണ്ടു. അവൾക്ക് ഗംഗയെക്കുറിച്ച് എന്തൊക്കെയോ അറിയാം. നാളെ രാവിലെ നമുക്ക് അവളെ ചെന്ന് കാണണം. ശ്രുതി, ഞങ്ങൾ പുറത്തുണ്ട്. തന്റെ മുറി ഏതാ? 6. എവിടെ? ആ, ഓക്കെ. ഹായ്. നിങ്ങളെ രണ്ടുപേരെ ഞാൻ കോളേജിൽ കണ്ടിരുന്നു. അപ്പം മുതൽ നിങ്ങൾ രണ്ടുപേരോട് സംസാരിക്കണമെന്ന് വിചാരിച്ചതാ. കുട്ടിയും പിന്നെ എൻ്റെ അനിയത്തി നല്ല ഫ്രണ്ട്സ് അല്ലേ? അതെ, ഗംഗ എന്റെ ക്ലാസ്സിൽ തന്നെ പഠിച്ചിരുന്നത്. കേട്ടില്ലേ? ഗംഗ അതേ കോളേജിൽ പഠിക്കുന്നതെന്ന് ഞാൻ പറഞ്ഞതല്ലേ? ഗംഗ എവിടെയാണ് ശ്രുതി? അവളിപ്പോ എവിടെയാണെന്നൊന്നും അറിയില്ല. പിന്നെ അറിയുന്ന കാര്യം, കുറച്ച് നാളായിട്ട് അവള് വളരെ അപ്സെറ്റാ. അപ്സെറ്റ് ആണെന്നോ? ഞങ്ങളുടെ ക്ലാസ്സിലെ ഒരു പയ്യനുണ്ട്. ഏതാ പെണ്ണ്? അത് ഗംഗ. എന്നെ നാണം കെടുത്താൻ ഇറങ്ങി തിരിച്ചിരിക്കുകയല്ലേ? അടുത്ത ഇലക്ഷൻ വരാൻ പോകുന്ന അറിയാലോ നിനക്ക്. എത്ര പറഞ്ഞാലും മനസ്സിലാവില്ലേ? തരത്തിൽ ചേരാത്തവരുമായിട്ട് യാതൊരു കൂട്ടുകെട്ടും വേണ്ടെന്ന്. എതിർ പാർട്ടിക്കാരാണ് എന്തെങ്കിലും ഒന്ന് കിട്ടാൻ വേണ്ടി കാത്തിരിക്കുക. അത് നിനക്കറിയില്ലേ? പക്ഷേ അച്ഛാ, അവള് വളരെ നല്ലൊരു പെങ്കൊച്ചാ. ഈ പ്രായത്തിൽ നിനക്ക് എല്ലാ പെണ്ണുങ്ങളെ അങ്ങനെ തോന്നും. നിന്റെ അടിച്ചുപൊളിയും കാര്യങ്ങളൊന്നും വേണ്ടെന്ന് ഞാൻ പറയുന്നില്ല. അതിന് നമ്മുടെ തരത്തിൽപ്പെട്ട പെൺകുട്ടികളുണ്ട്. അവരോട് നീ എന്താന്ന് വെച്ചാൽ അയക്കോ? നോക്കിയേ, മേലാൽ ആ പെങ്കുച്ചിൻ്റെ കൂടെ കറങ്ങി ഇറക്കുന്നത് ഞാൻ കണ്ട. രണ്ടിനെ ഞാൻ വെച്ചേക്കില്ല. പക്ഷേ അച്ഛാ, ഈ ഒരു ബൽവന്ത് അങ്കിൾ അവനെ വോൺ ചെയ്തതിനു ശേഷം ഗംഗയും അഭിമന്യു തമ്മിൽ മീറ്റ് ചെയ്യുന്നുണ്ടായിരുന്നു. എന്താടത്? മനുഷ്യനിപ്പോ ചത്തേനല്ലോ. ഹേയ്, നീ എന്തിനാ ഇങ്ങനെ പേടിക്കുന്നേ? ഞാനുള്ളപ്പോ നിനക്ക് എന്തെങ്കിലും പറയാൻ ഞാൻ സമ്മതിക്കുവോ? ശരി, പെട്ടെന്ന് ഒന്ന് വണ്ടി കയറി, നമുക്ക് റൈഡ് പോയിട്ട് വരാന്നേ. ഇപ്പൊ വേണ്ട, എനിക്കിപ്പോ ക്ലാസ് ഉണ്ട്. ശരി, വാ, നമുക്ക് പോയിട്ട് ശർമ്മ സാറിന്റെ നോട്ട്സ് എല്ലാം പ്രിന്റ് ഔട്ട് എടുത്തിട്ട് വരാം. ഒന്ന് ഇറങ്ങടാ. എന്തുവാടാ? അല്ല മോളെ, അപ്പൊ നിനക്ക് ക്ലാസ്സിലൊന്നും കയറണ്ടേ? ഞാൻ വരെ ലേറ്റ് ആവാണെങ്കിൽ നീ പോയിക്ക. ചില സമയത്ത് റെസ്റ്റോറൻറ്റിൽ പോവും, അല്ലെങ്കിൽ ഫ്രണ്ട്സിന്റെ റൂമിൽ പോവും. ചില സമയത്ത് അങ്കിളിന്റെ ഫാം ഹൗസിലേക്ക് പോവും. പക്ഷെ ഒരു ദിവസം. എന്താ പറ്റി? എന്താ കാര്യം പറ. ഗംഗ, എന്താ നീ ചായ കുടിക്കാത്ത? എന്തു പറ്റും നിനക്ക്? ഇത്ര സീരിയസ് ആയിട്ടിരിക്കുന്ന എന്തിനാ? ശ്രുതി, എനിക്കൊരു വലിയ തെറ്റ് പറ്റിപ്പോയി. എന്താടി? എന്തു പറ്റി ഗംഗ? ഇപ്പൊ ഞാൻ പ്രഗ്നന്റ് ആടി. അതെ, ഞാൻ 2-3 പ്രാവശ്യം ചെക്ക് ചെയ്തു. അതിൽ ഒരേ റിസൾട്ട് തന്നെ കാണിച്ചത്. സങ്കടപ്പെടില്ലേ കാശി? ഇത്രയും കാര്യങ്ങൾ സംഭവിച്ചിട്ടും അതിനെക്കുറിച്ചൊന്നും ഞാൻ അറിഞ്ഞില്ലെന്ന് ആലോചിക്കുമ്പോഴേ എനിക്ക് ദേഷ്യം വരുന്നേ. ആ പന്ന മോനെ കൊല്ലാതെ എന്റെ കലി തീരില്ലേ? പിന്നെ എന്താ ഉണ്ടായേ? പിന്നെ എനിക്കൊന്നും അറിയില്ല. അതിനുശേഷം ഞാൻ ഗംഗയെ കണ്ടിട്ട് പോലുമില്ല. ദേവിനേച്ചി, ഞാൻ ഒരുപാട് ലേറ്റായി, എനിക്ക് പോണം. ഓക്കെ, താങ്ക്സ്. ഇനി എന്തെങ്കിലും ആവശ്യം വരികയാണെങ്കിൽ ഞാൻ ശ്രുതിയെ വിളിച്ചോളാം.